ആ എന്ത് പറ്റി രണ്ടാക്കും? പറ്റിയതൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ 6 മാസമായില്ലേ, വിശേഷമൊന്നും ആയില്ല. ഹസ്ബൻഡ് ഇവിടെ തന്നെയല്ലേ? നാട്ടിൽ തന്നെയാണ്, പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ വരുള്ളൂ. ഓന് കാസർഗോഡാ പണി. എന്താ മോളെ ഇപ്പം പെട്ടെന്ന് ആവണമെന്നുണ്ട്? ഞങ്ങൾക്ക് ഡോക്ടറെ, ഹസ്ബൻഡിന് എനിക്ക് തിരക്കൊന്നുമില്ല, പക്ഷെ ഉമ്മ ഒരു സ്വൈര്യം എനിക്ക് തരുന്നില്ല. എപ്പോഴും ഇത് പറഞ്ഞിട്ട് വല്ലാതെ വിഷമിപ്പിക്കുക. അങ്ങനെ വന്നതാ? എനിക്ക് പിന്നെ ബേജാറില്ലാതെക്കോ. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ എന്നെ കുളി തെറ്റിയാണ്. ഇതിപ്പോ 6 മാസമായി നമ്മളിത് ഇന്ന് ആവും നാളാവും വിചാരിച്ച് കാത്തിക്കണേ. ബേജാറില്ലാക്ക അമ്മമാരാവുമ്പോ അവർക്ക് ധൃതിയില്ല ഒന്ന് വെറുതെ വിട്ടാലും മതിയല്ലോ. 1 കൊല്ലമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അവർക്ക് ധൃതിയില്ല എന്നല്ലേ അവര് പറയണേ. ആഴ്ചയിൽ 2 ദിവസമായിരിക്കും വരില്ലല്ലേ, ശനി ഞായർ? ഡോക്ടർ ശനിയാഴ്ച വരും, പിന്നെ ഞായറാഴ്ച അവിടെ രാത്രിയാണ് ശനിയാഴ്ച എത്താ, തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. അതെ, ഇപ്പൊ വേഗം പ്രഗ്നന്റ് ആവണ തന്നെയാണ് നല്ലത്. 30 വയസ്സിന് മുമ്പ് തന്നെ 2 കുട്ടികളോ 3 കുട്ടികളോ ആവണ തന്നെയാണ് നല്ലത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. മാസത്തിലേ ഈ അണ്ടോൽപാനം നടക്കുന്ന ടൈമുണ്ടല്ലോ, ആ ടൈം ഹസ്ബൻഡ് മിസ്സായി പോയാൽ പിന്നെ ആ മാസം തീരെ പ്രഗ്നൻ്റ് ആവില്ലല്ലോ. അണ്ടങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതാകെ ഒരു 24 മണിക്കൂറേ നമ്മളെ ശരീരത്തിൽ നിൽക്കുള്ളൂ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിൽക്കുള്ളൂ. പക്ഷേ ബീജമാണെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ദിവസം. അതായത് ഗർഭപാത്രത്തിന് വായിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 ദിവസം വരെ മാക്സിമം ആ ബീജം അവിടെ തങ്ങി നിൽക്കും എഗ്ഗ് വരാൻ വേണ്ടി. ഈ അണ്ടോൽപാനം നടക്കുന്നതിന് ആ ചുറ്റുവട്ടത്തുള്ള ദിവസങ്ങളിൽ 2 ദിവസം ഇങ്ങോട്ടും അണ്ടോൽപാനം നടന്നിട്ട് 1 ദിവസം അങ്ങോട്ടും, ആ ടൈമിൽ ഹസ്ബൻഡ് ഉണ്ടാവണം, മോളെ കൂടെ ഉണ്ടാവണം ഹസ്ബൻഡ്. അപ്പോൾ ചിലപ്പോൾ അത് മിസ്സായി പോകുന്നുണ്ടാവും ആ ടൈം, ഫെർട്ടിലിറ്റി വിൻഡോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത് വൈകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഒന്നിച്ച് ഒരു 3 മാസം നിന്നോട്ടെ. ആഴ്ചയിലല്ല, അല്ലാതെ തന്നെ ടോട്ടൽ 3 മാസം ഒന്നിച്ച് നിന്നോട്ടെ. അല്ലേ മോൾ അങ്ങോട്ട് പറഞ്ഞയച്ചോളൂ, കാസർഗോഡ്. കാസർഗോഡ് പറഞ്ഞയച്ചോളൂ. ഓളെ ഒറ്റക്ക് പറഞ്ഞാൽ എങ്ങനെ, ഞാനും കൂടി പോണ്ടി വരൂലേ? ഓളെ ഒറ്റക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തിനാ താത്തേ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ പോണത്?